Hey guys, welcome back to our channel. നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഡീൽ ഉറപ്പിക്കുന്ന കോൺവെർസേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് സക്സസ് ആവാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആലോചിച്ചിട്ടുണ്ടാവും, എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രസന്റേഷൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകാൻ സാധിച്ചിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി നമ്മുടെ പേഴ്സണാലിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടുന്ന 12 ടിപ്സ് ആണ്. ഈ 12 ടിപ്പും സൈക്കോളജിക്കലി പ്രൂവൺ ആണ്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ പറയുന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നമ്മുടെ ലുക്കും ഗ്രൂമിങ്ങും മാറ്റർ തന്നെയാണ്. എത്രയൊക്കെ നമ്മളെ പുറത്തത്തെ ബാഹ്യ സൗന്ദര്യം ഒന്നും വിഷയമല്ല, ഉള്ളിലെ ക്യാരക്ടറും പേഴ്സണാലിറ്റി ഒക്കെയാണ് മാറ്റർ എന്ന് പറഞ്ഞാലും കാഴ്ചയിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരാൾ നമ്മുടെ അടുത്ത് ഇടപഴകി കഴിഞ്ഞാലാണ് അയാൾക്ക് മനസ്സിലാവുക നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ പോസ്ചറും എല്ലാം. പക്ഷെ അയാൾ ആദ്യം തന്നെ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ പല്ലു പൊന്തിയിട്ടാണോ അങ്ങനെയുള്ളതൊന്നും നോക്കിയിട്ടല്ല, നിങ്ങൾ എങ്ങനെ നിങ്ങളെ പ്രസന്റ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ്. നിങ്ങളെ കാണാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ വൃത്തിക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാറ്റർ ആണ്. അതായത് നിങ്ങളുടെ വസ്ത്രം, അതേപോലെ നിങ്ങളുടെ നഖങ്ങള്, നിങ്ങളുടെ ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ നല്ല വൃത്തിക്ക് ഒരുങ്ങി. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പിയറൻസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ സ്മെല്ല്. നിങ്ങൾ നല്ല വൃത്തിക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അത്രമാത്രം നന്നായിട്ട് നീഡ് ചെയ്ത് പോകില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുക, നല്ലൊരു മൗത്ത് വാഷോ അല്ലെങ്കിൽ മൗത്ത് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ല. ഓക്കെ, എനിക്ക് ആരെ വേണേലും ഹഗ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആരോട് വേണമെങ്കിലും ക്ലോസ് ആയിട്ട് പോയി നിന്ന് സംസാരിക്കാം. അതൊക്കെ ആ ഒരു കോൺഫിഡൻസ് തന്നെ വലിയൊരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് ആണ് സാമൂഹ്യ മാന്യതകൾ പാലിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് താങ്ക് യു, പ്ലീസ്, സോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഒരാൾക്ക് ചെയ്തു കൊടുത്താലും അയാൾ നമ്മുടെ അടുത്ത് നോക്കിയിട്ട് ഒരു താങ്ക്സ് പോലും പറയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ നന്നായിട്ട് ചവിട്ടിയിട്ട് പോയിട്ടുണ്ടാവും, ഒരു സോറി പോലും പറയില്ല. അങ്ങനത്തെ ഹാബിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുന്ന സമയത്ത് ഒരു സോറി പറയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ കൊണ്ടുവന്നു തന്നാൽ പോലും അയാളോട് ഒരു താങ്ക് യു പറയാ. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ആ സാമൂഹ്യ മാന്യതകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾ എന്നുള്ള വ്യക്തിയെ മറ്റുള്ളവരെ അളക്കാനായിട്ട് കാരണമാവും എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുക, അയാൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഇനി ഞാൻ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സംസാരിക്കുക. അതേസമയം നമ്മൾ നമ്മുടെ പോയിന്റ്സ് പറയുന്ന സമയത്ത് മറ്റൊരു വ്യക്തി അതിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഞാൻ ഇതൊന്ന് പറഞ്ഞു മുഴുമിക്കട്ടെ എന്നിട്ട് നിങ്ങൾ പറയൂ എന്നുള്ളത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് വേറുള്ളവർ മുഴുവൻ കേൾക്കുകയും ചെയ്യും, അവർക്ക് പറയാനുള്ളതും നിങ്ങൾ കേൾക്കും. ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുത്തുക. പലപ്പോഴും നമുക്കൊക്കെ ഒരു ശീലം ഉണ്ടാവും, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കയറി സംസാരിക്കും. അപ്പൊ ആ ഒരു സംസാര രീതി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ അയാൾക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് നമ്മൾ കേൾക്കുന്നു, നമുക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള കോൺവെർസേഷൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കൊളീഗ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ നിങ്ങളുടെ മേലെ ആളുകൾ തെറ്റ് ഇങ്ങനെ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയണം, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, ഇത് ഇന്ന തെളിവുകൾ എന്റെ പക്ഷത്തുണ്ട് എന്നുള്ളത്. എഗെയിൻ വീണ്ടും അങ്ങനെ അത്തരത്തിൽ ആളുകൾ നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർ ആ എക്സ്പ്ലനേഷൻ ഡിസേർവ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താലും അവരത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ? കീപ് മം. അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോവാതിരിക്കുക. അങ്ങനെ കൊടുക്കുന്ന പക്ഷം എന്താവും? നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ കുറയ്ക്കുന്നതായിരിക്കും. നാലാമത്തെ പോയിന്റ് ആണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നിങ്ങൾ ശീലിക്കുക എന്നുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കഥയിലൂടെ പറയുക, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് ശീലിക്കുക. അങ്ങനെ നിങ്ങൾ പറയുന്ന പക്ഷം നമ്മുടെ സാധാരണ, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ശീലമുണ്ട്, അവർക്ക് ഫുഡ്, വെള്ളം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കഥയാണ്. അവർക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടം, കഥകൾ കണക്റ്റഡ് ആയിട്ടുള്ള റീൽസ് കാണാൻ ഇഷ്ടം. നിങ്ങൾ പറയാറില്ല, സീരിയലുകൾ ഇത്രമാത്രം ആളുകളിലോട്ട് ഇഷ്ടം കൊണ്ടുവരുന്നതൊക്കെ ഈ പറയുന്ന കഥയോടുള്ള ഒരു അഡിക്ഷൻ കൊണ്ടാണ്. അപ്പൊ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ പറയുന്ന പക്ഷം ആളുകൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട്
കണക്ട് ആവും. 5ാമത്തെ പോയിന്റ് ആണ് സെൽഫ് ഇവാലുവേഷൻ, സ്വയം വിലയിരുത്തുക. സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മൾ ആരൊക്കെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്, നമ്മുടെ എനർജി എവിടേക്കാണ് വേസ്റ്റ് ആയിട്ട് പോകുന്നത്, നമ്മളെ എത്രയൊക്കെ എഫേർട്ട് എടുത്താലും മനസ്സിലാക്കാത്ത ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയിൽ നിന്ന് മുരടിച്ചിങ്ങനെ പിഴുതെറിഞ്ഞു കളയുന്ന ആളുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് അങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ജേർണൽ എഴുതിയിട്ടാവാം, ഡയറി എഴുതിയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുള്ള തോട്ട്സിന് നിങ്ങളൊരു പേപ്പറിലോട്ട് പകർത്തിയിട്ടാവാം. ഈ വക രീതിയിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൂടെ ഈ ഒരു ശീലം ഹെൽപ്പ് ചെയ്യും. 6ാമത്തെ പോയിന്റ് ആണ് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾ രാത്രി കിടക്കാൻ നേരം ഒന്ന് കണ്ണടച്ച് കണ്ടോണ്ടിരിക്കുക. ഈവൻ നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ വിഷ്വൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിഷ്വൽ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിഷ്വൽ ചെയ്യുക. എന്താണോ നിങ്ങളുടെ ഡ്രീം എന്നുണ്ടെങ്കിൽ അത് രാത്രി കിടക്കാൻ നേരം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാന്നുള്ള. നിങ്ങൾക്ക് കുറെ ട്രാവൽ ചെയ്യണമെങ്കിൽ അതും വേണമെങ്കിൽ വിഷ്വൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾ അതിങ്ങനെ കണ്ടു കിടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യും. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിലോട്ട് എന്തൊക്കെയാണോ വേണ്ടേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാബ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും. നമ്മുടെ അറ്റൻഷൻ കൂടുതലും നമുക്ക് അത് നേടിയെടുക്കാനുള്ള കാര്യത്തിലായിരിക്കും. നമ്മുടെ ഫോക്കസ് ഏതൊക്കെ നമ്മുടെ ലക്ഷ്യം തേടി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 7ാമത്തെ കാര്യമാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ മാറ്റുക എന്നുള്ളത്. നിങ്ങൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന 5 വ്യക്തികൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നെഗറ്റീവ് പീപ്പിൾസിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വഭാവം അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എന്റെ സുഹൃത്തിന്റെ അടുത്ത് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയി പോകുന്നതെന്നുള്ളത്. പക്ഷേ വീണ്ടും 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 അതേ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയൊക്കെ ഞാൻ നന്നാവണമെന്ന് വിചാരിച്ചാലും വീണ്ടും ഈ പറയുന്ന ഒരു നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടേ വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 5 ആളുകൾ, 5 വ്യക്തികൾ ആരാണെന്ന് നോക്കുക. ഈ 5 വ്യക്തികളിൽ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ നിങ്ങൾ എത്രമാത്രം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസിനേക്കാൾ കൂടുതൽ ബാക്കി 3 പേര് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് നിങ്ങൾ മോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. മെയിൻലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന 5 വ്യക്തികൾ എങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കുക. ഈ 5 വ്യക്തികൾ പോസിറ്റീവ് പറയുന്ന ആൾക്കാരാണോ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണോ നോക്കുക. അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ മാറ്റുക എന്നുള്ള. 8ാമത്തെ പോയിന്റ് ആണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളത്. എക്സ്പോഷർ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ ഭയത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പേടിയുള്ള കാര്യം ചെയ്തുകൊണ്ട് നേരിടുക എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ ഡ്രൈവിംഗ് ഓടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാല് കുത്താൻ പേടിയെടുക്കുക, വണ്ടി എടുക്കാൻ പേടിയെടുക്കുക, 2 കാല് കയറ്റി വെക്കാൻ പേടിയെടുക്കുക, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പേടി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എപ്പോൾ സ്കിപ്പ് അടിച്ചോ അപ്പം തൊട്ട് നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം. അപ്പൊ ആ പേടിയെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പോഷർ ചെയ്യുക, അത് ഇതിലോട്ട് ഇറങ്ങി ചെല്ലുക, ആ കാര്യം തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാല് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും, ധൈര്യം കൂടും, ഫിയർലെസ് ആയിട്ട് ഫീൽ ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോ ഡ്രൈവിംഗ് ഓടിക്കുന്നതിനിടയിൽ 2 തവണ വീഴാം, 4 തവണ വീഴാം, ആളുകളൊക്കെ നിങ്ങളെ കളിയാക്കാം. ബട്ട് അതൊന്നും ഒരു മാറ്റർ അല്ല. നിങ്ങൾ വൺസ് ലൈസൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ സെൽഫായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന കാണുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ മാറ്റും. അതായത് ഞാൻ പണ്ട് എന്റെ ഉപ്പാടെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു, അതായത് 90s കിഡാണ്, നമ്മുടെ അവിടെ അങ്ങനെ ലേഡീസ് ഒന്നും സ്കൂട്ടർ എടുത്ത് ഓടിക്കൂല. അപ്പൊ അങ്ങനത്തെ ഞാൻ എടുത്ത് ഓടിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു പെണ്ണാന്നുള്ള ബോധമില്ല, എന്നിട്ട് അവള് വാപ്പാടെ സ്കൂട്ടർ എടുത്ത് പറക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ പോകാൻ പറ്റുന്നത് ആ ഒരു സ്കില്ല് ഞാൻ ലേൺ ചെയ്തുകൊണ്ടാണ്. അപ്പോ നിങ്ങളും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പേടിച്ചിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കാതെ ഫേസ് ചെയ്യാം. 9ാമത്തെ വഴിയാണ് പോസിറ്റീവ് അഫർമേഷൻസ് പറയാം. നിങ്ങൾ കടം വാങ്ങി കുത്തുവാളെടുത്ത് നിൽക്കായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പറയാം, എനിക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, ഇത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ കടമൊക്കെ കൂടെ ഞാൻ സൂപ്പറാവും. ഇത് നിങ്ങളെ കുറിച്ച് എപ്പോഴും നിങ്ങൾ കേക്കിച്ചതിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞാൻ റിച്ച് ആണ്, എന്റെ ആ ഒരു കാര്യം, ആ ഒരു പൈസ അവിടെ നിന്ന് വരാണ്ട്, ഈ ഒരു പൈസ ഇവിടെ നിന്ന് വരാണ്ട്, ഇതൊക്കെ വരുന്ന സമയത്ത് എന്റെ എല്ലാ പ്രശ്നവും തീരും, ഞാൻ ഭയങ്കര റിച്ച് ആവും, ഞാൻ മറ്റേ ഐഫോൺ ഇനിയിപ്പോ 18 Pro Max വരുമ്പോൾ ഞാൻ അത് എടുക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ ബ്രെയിനിന് ഫീഡ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്ന സാധനം നമ്മുടെ ബ്രെയിൻ അറിയുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പറയും അവൾ 18 Pro Max എടുക്കാനായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവൾക്ക് അതിൻ്റെയുള്ള പൈസ അവള് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യും. ഇനിയിപ്പോ എത്ര പൈസ ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം നടന്നു പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ 10 പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ മക്കളുടെ കല്യാണം നടത്തുന്നത്, 1 രൂപ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ വീട് വെക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാ വെച്ചാല് മോളുടെ കല്യാണമാണ് ഇന്ന ഡേറ്റ്, അവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് പന്തലിടാൻ തുടങ്ങുന്നത്, സ്വർണ്ണം എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആളുകളെ വിളിക്കാൻ പോകുന്നത്. അതൊക്കെ ആ ടൈമിലാണ് അവർ ഇറങ്ങുന്നത്. ഇറങ്ങി തിരിക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന ഫണ്ട് ഉണ്ടാവുന്ന, സ്വർണ്ണം ഉണ്ടാവുന്ന, ആളുകൾ വരുന്ന, കാര്യം നടക്കുന്നത്. തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. 10ാമത്തെ പോയിന്റ് ആണ് തോൽവികളെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ തോൽവിയിൽ നിന്ന് പഠിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയാം. നമ്മൾ തോൽവികളിൽ നിന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ ഒരു ഭാഗത്ത് ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്തു, ആ കരിയർ പൊട്ടി, കുഴപ്പമില്ല, വേറെ ഇപ്പുറത്ത് വേറെ കരിയർ ഉണ്ട്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് പൊട്ടി, കുഴപ്പമില്ല, അതിൽ നിന്ന് പഠിക്കുക, പാഠങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 11ാമത്തെ പോയിന്റ് ഇതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം എന്താണോ അങ്ങനത്തെ ഒരു 2-3 കാര്യങ്ങൾ പിക്ക് ചെയ്യുക. മേ ബി ട്രേഡിംഗ് ആവാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം, ഗ്രാഫിക് ഡിസൈനിങ് ആവാം, ഇതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ ആവാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ള വിഷയങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, തുടരെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ നിങ്ങൾ പ്രോ ആവും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ എന്നെ തന്നെ എടുത്ത് പറഞ്ഞുതരാം. എനിക്ക് യൂട്യൂബിന്റെ ഒരു കാര്യമല്ലോ, ടൈറ്റിലോ തംബ്നെയിലോ അല്ലെങ്കിൽ SEO ഡിസ്ക്രിപ്ഷനോ ഒന്നും അറിയില്ല. ക്യാമറ എങ്ങനെ പിടിക്കണം, മൈക്ക് എവിടെ വെക്കണം, റിംഗ് ലൈറ്റ് എങ്ങനെ കീപ്പ് ചെയ്യണം, ഒന്നും അറിയാത്ത ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ലേൺ ചെയ്തിട്ടാണ് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് എനിക്ക് തോന്നുന്ന അത്രയെങ്കിലും ഞാൻ ചെയ്തു വന്നത്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും ഒരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കില്ല. പക്ഷെ ഐ ആം ഫീലിംഗ് പ്രൗഡ് അബൌട്ട് മീ. കാരണം എനിക്ക് ഇതിന്റെ SEO കാര്യങ്ങളൊക്കെ കുറെ അറിയാം. അതേപോലെ കുറച്ചൊക്കെ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം എന്നറിയാം. ഒരാൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു കഴിവുണ്ട്. അപ്പൊ ഞാൻ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഓക്കെ ആണ്. കാരണം എന്റെ 1-2 ഫ്രണ്ട്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവുന്നത് വരയ്ക്ക് അവരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതില് പണിയെടുത്ത് പഠിച്ചിട്ട് നേടിയത് കൊണ്ടാണ്. സോ ഇത് എന്റെ ഒരു സ്കില്ല് ഡെവലപ്ഡ് ആയതാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സംശയം ചോദിക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ അറിയാം, ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, ഇങ്ങനെ തമ്മിൽ സെറ്റ് ചെയ്യണം, ഇങ്ങനെ SEO എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഞാനൊരു ന്യൂ സ്കിൽ അവിടെ പഠിച്ചതുകൊണ്ടാണ്. ഇതേപോലെ എന്നല്ല, നിങ്ങൾ ഇതിനേക്കാൾ ഒരു 10 ഇരട്ടി സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് ചിലപ്പോൾ ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് എത്ര മാത്രം നിങ്ങളുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് വലിയൊരു ലിഫ്റ്റ് തരും. 12ാമത്തെ പോയിന്റ് ആണ് സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ശീലിക്കുക എന്നുള്ളത്. നിങ്ങൾ എന്താണോ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്ന് നിങ്ങൾക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയാം, ഇന്നിപ്പോ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേ ആയിരുന്നില്ല. എനിക്ക് കുറെ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു, കുറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ രാത്രി ഞാൻ എന്റെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളത്. സോ ഇത് എല്ലായ്പ്പോഴും പോസിബിൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എനിക്ക് തന്നെ പലപ്പോഴും ഫ്ലോപ്പ് ആയിട്ട് പോകാറുണ്ട്. ബട്ട് നമ്മള് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. ഞാൻ ഡിസിപ്ലിൻഡ് ആണ്, ഇതെന്റെ ജോലിയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന പക്ഷം, നിങ്ങളൊരു വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് ജോലിയാണെന്ന് വിചാരിച്ചോ, അവിടെ നിന്ന് നിങ്ങളുടെ മാനേജർ വന്നിട്ട് നിങ്ങളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൂഡ് ശരിയില്ല എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നേടണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണോ അതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണാം, അതിന് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ഡിസിപ്ലിൻ എന്ന്. നിങ്ങൾ സെൽഫായിട്ട് ഡിസിപ്ലിൻഡ് ആവുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പങ്ക്ച്വൽ ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഞാൻ കൊള്ളാലോ എന്നുള്ളൊരു തോന്നൽ വരും. നിങ്ങൾക്ക് ആ തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും, ഇവളാള് കൊള്ളാലോ എന്നുള്ളത്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള 12 ടിപ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ എന്താണോ വിചാരിച്ചെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കൂടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.